ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സൂരജ് കാതുനിയ. പിന്നെ നമ്മൾ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ നമ്മുടെ ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. നമ്മുടെ ഗിനിപിക്സിൻ്റെ പുതിയ സെറ്റപ്പ് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മളത് അൺബോക്സ് ചെയ്ത് പിന്നെ സെറ്റപ്പ് ചെയ്യാം. പിന്നെ ഗിനിപിക്സ് ഇവിടെ താഴെ തന്നെ നടപ്പുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്, ഒരു കുഴപ്പമില്ല, നിങ്ങൾ തന്നെയുണ്ട്. ഹലോ പറ പെപ്പ, ഹലോ പറ, ഹലോ ഹലോ പറയൂ. ഒച്ചയും വേളമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാണ്ട് അവരുടെ പുതിയ വീട് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, കം ഓൺ. ഞാൻ പൊട്ടിച്ചു വയ്ക്കാറില്ല, സാധനം ഇന്നലെ വന്നതാണ്. ഞാനും ലൈവായിട്ട് ഇപ്പം പൊട്ടിക്കാൻ പോടേ ഉള്ളൂ. ഇത് ഡാമേജ് ആണോ തേങ്ങയാണോ ഇതിനി ഇവിടുന്ന് റിട്ടേൺ വിടേണ്ട വരുമോ ഒന്നുമേ അറിയത്തില്ല. നോക്കാം. ബ്ലാക്ക് ഓർഡറാണ് ഓർഡർ ചെയ്തത്, വന്നപ്പോൾ സിൽവർ ആയല്ലോ. വൈ ആമസോണുകാർ പറ്റിച്ച് കഴിച്ച് ഞാൻ ബ്ലാക്ക് കൂടെ ഓർഡർ ചെയ്ത് അവർ സിൽവർ അയച്ചു. പക്ഷെ കുഴപ്പമില്ല. എന്തത് കുറേണ്ടല്ലോ അമ്മേ, ഇതിന് നല്ല നീളമുണ്ടല്ലോ. നിങ്ങൾക്ക് വലിയ കൂടെ വന്നേക്കണം, പേടിക്കണ്ട കേട്ടോ. ഇതൊന്ന് യൂസർ മാനുവൽ അതേടാ കൊണ്ടുപോകണം. ഇത് ലൈനർ, മൂല കിട്ടിയ സാധനമാണ് വേണം. പിന്നെ ഇതിന് താഴ്ത്ത് വിരിക്കാനായിട്ടൊരു വാട്ടർ പ്രൂഫ് ലൈനറും കൂടി ഉണ്ട്. അപ്പോൾ ഇതും കൂടെ നോക്കുക. ലൈനറിന് കുഴപ്പമൊന്നുമില്ല, ലൈനർ കറക്റ്റ് സൈസാണെന്ന് വിചാരിക്കുന്നു. കൂടിൻ്റെ അതേ നീളം തന്നെ നോക്കിയാണ് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ഒക്കെ ഒരു ഡസ്റ്റ്ബിൻ സാധനം ഭയങ്കര നടക്കുക കൂടുതലാണ് നട്ടത്തി. നോക്കൊള്ളാം, കറക്റ്റ് നീളം തന്നെയുണ്ട്. ഇനി നമുക്ക് കൂടി സെറ്റ് ചെയ്ത് നോക്കാം, അതായിരിക്കും നല്ലത്. ഈ കൂടെ അത്യാവശ്യം വലുത് തന്നെ കേട്ടോ, നല്ല സൈസൊക്കെ ഉണ്ട്, നല്ല നീളമൊക്കെ തന്നെയുണ്ട്. ഇനി കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വയ്ക്കാൻ പറ്റുമെന്ന് ചെറിയൊരു ഡൗട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കൂട് വെച്ച് നോക്കട്ടെ, എന്നിട്ട് ഇവരൊന്ന് മാറ്റാം. ഓക്കെ, കറക്റ്റാ വർക്ക്. ഞാൻ ഈ കറക്റ്റ് ഇതിൻ്റെ അളവെടുത്തിട്ട് ഇതിൻ്റെ അളവിലുള്ള കൂട് തന്നെ നോക്കിയത് കറക്റ്റ് അതിനെ കിട്ടി. കണ്ടു കഴിഞ്ഞാൽ പക്ഷെ ഭയങ്കര വലിയൊരു ഫീലിംഗ്. പക്ഷേ ഡോറക്കടയെ നോക്കട്ടെ, ഡോറക്കടയിൽ കുഴപ്പമൊന്നുമില്ല. ആ ഡോർ അടയും അങ്ങനെ സെറ്റ്. ഇനി ഇവരുടെ സാധനമൊക്കെ ക്ലീൻ ചെയ്ത് മൊത്തം ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് കൂടെ സെറ്റ് ചെയ്യാം. ഓക്കെ, പഴയ കൂടിയിൽ ചെറിയ സൈസായിട്ട് ഈ തീറ്റ പാത്രം വെക്കാൻ പറ്റാതെ ഇതൊക്കെ വെക്കാം. എങ്ങടാ നീ എങ്ങടാ ഇറങ്ങണേ? ഇറങ്ങാൻ നോക്കുവാണോ? ഇറങ്ങാൻ നോക്കുവാണോ? വായോ, ഇറങ്ങി വായോ, നിങ്ങൾ കൂടി സെറ്റ് ചെയ്യട്ടെ. രണ്ട് ഇറക്കി വരാട്ടാ. ഈ പെട്ടിയുടെ മാത്രം സെറ്റ് ചെയ്യാം. പെട്ടി സൈഡിൽ മുറിക്കണം. സൈഡിൽ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് മറ്റേ വൈക്കോല് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഈ മൂലയിൽ മുറിച്ചിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ ഞാൻ കട്ട് ചെയ്തു കേട്ടോ. ഞാൻ വെട്ടിപ്പോയി, എന്നാലും കുഴപ്പമില്ല, സാധനത്തിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇത് നമുക്ക് ഈ മൂല സെറ്റ് ചെയ്യാം. അവിടെ അതിൻ്റെ അകത്ത് ചെറിയൊരു മുട്ടൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായി. അതിൻ്റെ ഇടയ്ക്ക് കൂട്ടിന്ന് രണ്ടെണ്ണം ചാടിയായിരുന്നു. ഇപ്പുറത്തെ രീതി ചേർന്നത്
കൂടെ അടുത്തൊക്കെ കളിച്ച് കഴിഞ്ഞാൽ കൂടെ വന്നിട്ടുണ്ട്. കുട്ടികളാണെങ്കിൽ ചളി തരണ്ടോ? എന്താ മണത്ത് വെക്കണേ? പുതിയ കൂടാ ഇപ്പൊ തന്നെ കേറ്റാ. പണ്ടത്തെ പോലെ ഒന്നല്ലോ, നമുക്ക് ഒപ്പ് പേടിയില്ല. പേടിയൊക്കെ മാറി. പക്ഷെ പിടിക്കാൻ ചെല്ലുമ്പോ അവർക്ക് പിടിക്കുന്ന ഇഷ്ടമല്ല. അല്ലാതെ ഒരു കുഴപ്പമില്ല. മേത്തൊക്കെ ഒന്ന് കടിക്കും, കാലിലൊന്ന് കറങ്ങിയിട്ടൊക്കെ പോകും. കുഴപ്പമൊന്നുമില്ല. കത്രിക അത് കത്രിക കടിയല്ലേ. കൂടെ അറേഞ്ച് കഴിഞ്ഞിട്ടോ അറേഞ്ച് കൂടെ ചെറുതായിട്ട് നമ്മൾ മാറ്റണേ, അത് കുഴപ്പമൊന്നുമില്ല. കൂടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇനി വൈക്കോല് വയ്ക്കും. പക്ഷേ വൈക്കോലല്ല അതന്നെ, വൈക്കോല് ഇവിടെ വെള്ളം സെറ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഇങ്ങനെ ഇവരുടെ കൂട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നിങ്ങളവിടെ എവിടെ? വീടിൻ്റെ ആൾത്താമസക്കാരൻ്റെ ഇപ്പം പാലാച്ചാം ഒളിച്ചിരിക്കുകയാണോ? ഇങ്ങോട്ട് പാട് വായോ, പുതിയ കൂട്ടി കയറ്റാം. എന്നിട്ട് ഇറക്കി വിടാം. ബാ, പുതിയ വീടൊക്കെ ഒന്ന് കാണും. ഇറക്കി വിടും. വായോ വായോ പാടി. എങ്ങനെ പോണേ? ഇറക്കി വിട്ട എൻ്റെ ഇതില്ല. അവരെല്ലാം ദിവസം ഇറക്കി വിടും. അതിൻ്റെ ഇതില്ല. വീട് മൊത്തം റൂം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കുറേ നേരം കഴിയുമ്പോൾ അടച്ചിട്ട് എവിടെയെങ്കിലും കയറിക്കും. അപ്പോഴാണ് പിടിച്ച് കൂട്ടിക്കയറ്റാറ്. ഇപ്പോൾ അവളുടെ കൂട്ടിക്കയറ്റിയിട്ട് ഇറക്കി വിടാം. ബായോ വാ. കേട്ടോ കയറണ്ട കേട്ടോ. അവരൊന്ന് പിടിക്കിട്ട് കേട്ടോ. കിട്ടി ഒരാളാകാൻ ഓടിച്ചിട്ട് പിടിച്ച് കിട്ടി. ഇറക്കിക്കോ. വെൽക്കം ടു യുവർ ന്യൂ ഹോം പെപ്പ. ഇറങ്ങിക്കോ. എവിടെ പിടിക്കുന്ന കടിയും കിട്ടി. വന്നേ നീ കൂടെ കയറാനുള്ളത്. അവിടെ അടുത്താളതേ അവിടെ കിടന്നതേ ഇവിടെ കിടന്ന് പോകുന്നുണ്ട്. നീ കൂടെ വന്നേ. നീ കൂടെ ഉള്ളു. പുതിയ വീട് കാണു. ബാ ബാ എൻ്റെ ടക്കട് ബാ. പിടിച്ചു കിട്ടി. രണ്ടാമത്തെ ഞാൻ കിട്ടി. ആ പുതിയ വീട്ടിലേക്ക് കിട്ടോ. ചോക്കോ വെൽക്കം ടു യുവർ ന്യൂ ഹോം. കേറിക്കോ. ഏതാ സ്ഥലം? എന്തത്? ഹലോ ഇവിടെ ശരിയല്ല. അതേ വീടൊക്കെ എല്ലാം നശിപ്പിച്ച് മറിച്ചിട്ട് രണ്ടുപേർക്കും ഇങ്ങനെ അവരിനി വീടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ ഗൈസ്. എനിക്ക് പണിക്ക് പോകാനുണ്ട്. സമയം 12:15. എനിക്ക് 1:30 പണിക്ക് പോകണം. അങ്ങനെ അവരുടെ വീട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു, അവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കണ്ടിട്ട് തോന്നുന്നുണ്ട്. എല്ലാം പിടിച്ച് പൊളിച്ച് തരുന്നവള്. ഇത് പുറത്തേക്ക് കിടക്കുമോ? എന്തത് എന്താ നിങ്ങൾ കാണിക്കണേ? വീടൊക്കെ നശിപ്പിക്കുവാണോ? ആദ്യത്തേക്ക് മക്കളെ ഇതാണ് കോഡ് സംഭവം. അവർ ഹാപ്പിയാണ്. ഞങ്ങളുടെ റൂമിൻ്റെ സ്ഥലം ഇച്ചിരി പോയി, എന്നാലും കുഴപ്പമില്ല. റൂമിന് ഇവർ ഹാപ്പി ആയിട്ട് അങ്ങനെ എടുത്തിട്ട് ഇരിക്കുന്നതാണ്. അങ്ങനെ ഈ കൂടപ്പതി അതങ്ങനെ ഇരിക്കുന്നത്. അതിനു വേണ്ടി ചിലപ്പെങ്കിൽ എന്താ മൂന്നാണ് ചിലപ്പെങ്കിൽ ഒരു പുതിയ സംഭവം വരും. ഇപ്പോഴല്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അത് വരുമ്പോൾ ഞാൻ കാണിച്ചുതരാം. പ്ലാനുണ്ട്, അതെന്താന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഇങ്ങനെ അപ്പോൾ ഇതാണ് ഇവരുടെ ന്യൂ ഹോം. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ. ഞാൻ എന്നാൽ പണി കുറേ സമയമായി, ഇച്ചിരി തിരക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ, ടാറ്റാ.